ആശിക്കാണേ. അത് തിരിച്ചു നീ കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും കട്ട് ചെയ്യും. അതില്ലല്ലോ, അതിടും അതിടും. കാരണം കഴിഞ്ഞത് മേലെ പോടാ, തല ഹെഡില്ലായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ ആനിമെ കോണ്ടന്റ്. അപ്പൊ നമ്മൾ ഇന്ന് പുതുതായിട്ട് ഒരു ആനിമെ കോണ്ടന്റും കൊണ്ട് വന്നിരിക്കുന്നത്. സോ അതെന്താണെന്നുള്ളത് പറയുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ഫേവറേറ്റ് ആനിമേസ് എടുത്തിട്ട് അതിലെ സോങ്സ്, അതായത് ഇൻട്രോ ആവാം, അത് എൻഡിങ് ആവാം, അല്ലെങ്കിൽ തീം സോങ്സ്, ഏതെങ്കിലുമൊക്കെ സോങ്സ് നമ്മൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിനെ ഡിസ്കസ് ചെയ്തിട്ട് പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ടാകുന്ന രീതിക്ക് നമ്മളതൊന്ന് പാടി നോക്കും. നമുക്ക് അർത്ഥം ഒന്നും പറഞ്ഞിട്ടല്ല, എന്നാലും അതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, അതായത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പല കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുന്നു, പാടി നോക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം ഏത് അനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം? നമ്മുടെ ഫേവറേറ്റ് അനിമയെ വൺ പീസ് എന്ന് സ്റ്റാർട്ട് ചെയ്താൽ. ഓക്കെ, വൺ പീസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിനക്ക് വൺ പീസിൽ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാ? ഫസ്റ്റ് ഔട്ട് ഇൻട്രോ, ലൈക്ക് ഫസ്റ്റ് ഇൻട്രോ, ഓപ്പണിംഗ് സോങ് എന്ന വി ആർ ഓൺ എ ക്രൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ സോങ്ങിലാണ് എല്ലാവരും കാണിക്കുന്നത് ഇങ്ങനെ ഷാങ്സ് തൊപ്പിയൊക്കെ ഒരു ഇൻട്രോ. അത് എന്താ പറയാ, വൺ പീസിലെ സ്റ്റാർട്ടിങ് ആ സോങ് ആണ്. ഓക്കെ, അപ്പൊ അതിലാണ് നമ്മൾ വൺ പീസ് വേൾഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ആ സോങ്ങിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് ആദ്യം ഒന്ന് പാടി നോക്കാം. ഓക്കെ, Sagashimono Sagashi ni yuku no sa Poketo no coin Sore to you wanna be my friend. We are on a cruise. We are One Piece. അതെന്താ ഡയലോഗ് ബാക്കി കേറി? കൈസക്കു എന്നാരോ ഓത്തക്കൊത്ത ആസാനല്ലടാ, വൺ പീസ് ജിത്സു സായിസുരു. ആ സാധനം ജിത്സു ജിത്സു സായിസുരു കൈസക്കുനാരോ ഓത്തക്കൊത്ത ലൂബി. അയ്യോ അയ്യ, പറയുന്നേ. നമ്മളിപ്പോ വി ആർ ഓൺ എ ക്രൂസ് പാടി. It's one of my favorite. So what's your favorite? ഏതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ? വിങ്സ് സാക്കെ. Nice, Brook. Very good. Like ഒരു പൈററ്റ് ഷാൻഡി. നൈസ്. ബ്രൂക്ക് ആണ് അത് കൊണ്ടുവരുന്നത്. യു നോ ബ്രൂക്ക്. ബ്രൂക്കിന്റെ നമുക്ക് വിങ്സ് സാക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം ഗൈസ്. ബിങ്സ് സാക്കെ അല്ലേ? എന്താണ് ബിങ്സ് സാക്കെ? ബ്രൂക്ക്. ഓക്കെ ഓക്കെ, നീ സ്റ്റാർട്ട് ചെയ്തോ. കമോൺ. യോഹോം 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 ബിങ്ക്സു നോ സാക്കെ wo todoke ni yuku yo umikase kimakase nami makase shiyu no moku de yui mo sagagu sora nya pawakaku tori no uta. Yohoho 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 ഗൈസ്, ചെറുതായി ലിറിക്സ് ഒക്കെ തെറ്റി, എന്നോട് ക്ഷമിച്ചു തരണം. പാട്ട് പാടാൻ അറിയുന്നവരൊന്നുമല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ രസത്തിന് മൂളിപ്പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ആദ്യമായിട്ട് സൗണ്ട് വന്നെന്നുള്ള. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വേറെ ആനിമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വൺ പീസ് ഇപ്പോ തൽക്കാലത്തിന് 2 നമുക്ക് ഒതുക്കാം, അല്ലെങ്കിൽ നമ്മൾ ബയസ്ഡ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഏതാ ആനിമേ? ഒരു പിന്നെ എനിക്കിപ്പോ ഇഷ്ടമുള്ളത് ഡീമൺ സ്ലെയർ. എനിക്ക് വലിയ ഐഡിയ ഇല്ല ഗൈസ് ഡീമൺ സ്ലെയർ സോങ്സ്, കാരണം അതൊക്കെ ഒന്നിച്ച് കാണും നമ്മൾ പെട്ടെന്ന് ഇൻട്രോ സ്കിപ്പ് ചെയ്ത്.
വേറെ കുറച്ച് അനിമേസ് ഒക്കെ വന്നിട്ട് നമ്മൾ ഈ ഇൻട്രോ സോങ് ടി വിയിൽ പണ്ട് കണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻട്രോ സോങ് ക്യാച്ച് ആയിരുന്നു. ഇപ്പോൾ കാണുന്ന അനിമേസ് ഒന്നും അങ്ങനെ ഇൻട്രോ സോങ് ക്യാച്ച് ആയിട്ട് വരില്ല. കാരണം skip ചെയ്യുന്നത് ചെയ്ത് പെട്ടെന്ന് കണ്ടു തീർക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻട്രോയും ഔട്ട്രോയും ഭയങ്കര ഇൻട്രോസും എൻഡിങ് ഒക്കെ നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇൻട്രോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡീമൺ സ്ലെയറിന്റെ 2-3 നല്ലതുണ്ട്. 2-3 ഞാൻ അതെപ്പോഴും പറയും. സോ ദ ഫസ്റ്റ് വൺ വുഡ് ബി ഗുറെങ്കെ ബൈ ലീസ. ലീസയുടെ ഗുറെങ്കയാണ് സുയോകുൻ നാരെരു യോഷിത അങ്ങനെ ഒരു നല്ലൊരു ഇതുണ്ട്. ഏതാ പാട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് ഗുറെങ്കെ പറഞ്ഞിട്ട് സ്കിപ്പ്, ഞാൻ സ്കിപ്പിന്റെ ആളാണ് ഈ കാര്യത്തിൽ. ഇതിന്റെ സോങ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇതാണ് അതിലെ അടിപൊളി സോങ് ആണ്. അത് അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് ഐ തിങ്ക് പിന്നെ വന്നിട്ട് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് ആർക്കിന്റെ സ്റ്റാർട്ടിങ് ഒരു സോങ് ഉണ്ട്. അതിന്റെ വീഡിയോ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഗൈസ്. സോങ് എനിക്ക് തീരെ നല്ല രസമാണ്. അത് സംഖ്യന്റെ അത് ഭയങ്കര ഒരു ഇതുള്ള എനിക്ക് പാടാൻ കിട്ടില്ല അത്ര പെട്ടെന്ന്. പക്ഷേ നല്ലൊരു സോങ് ആണ്. ജസ്റ്റ് ഗോ ഓൺ യൂട്യൂബ് ലൈക്ക് അതൊന്ന് നോക്കുക സോങ്. പിന്നെ ഉള്ളത് ഐ തിങ്ക് അതില് നമുക്ക് ഡീമൺ സ്ലെയർ കണ്ടിട്ടില്ലേ? ഡീമൺ സ്ലെയർ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് സീസണില് അവസാനം ലോവർ 6 റിയൂനെ കൊല്ലുന്ന ടൈമിൽ ഒരു തീം സോങ് ഉണ്ട്. ദാറ്റ് ഈസ് കൊമോഡോ ടാഞ്ചറോ നോ ഊട്ട. അത് അടിപൊളി. ബിക്കോസ് ഐ റിയലി ലവ് ദാറ്റ്. ലൈക്ക് ഞാൻ കുറേ നല്ല ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു സോങ് ആണ് ഗൈസ്. അത് അടിപൊളിയാണ്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത് ഒന്നാമത് ഇൻട്രോ അല്ല എൻഡിങ്ങും അല്ല, ഇടയിൽ വരുന്നോണ്ട് നൈസാ. നല്ല മ്യൂസിക്. പിന്നെ അടുത്തൊരു ആനിമെ അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടിട്ടുണ്ടോ? അറ്റാക്ക് ഓൺ ടൈറ്റനില് എനിക്ക് ഞാൻ കാര്യം പറഞ്ഞാല് ഈ ഇപ്പൊ പുതിയ ആനിമേഷനിലൊന്നും നമ്മളങ്ങനെ ഇൻട്രോസും ഈ സോങ്സ് ഇൻട്രോസും എൻഡിങ്ങും ചെയ്യുന്ന. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നീ അറ്റാക്ക് ഓൺ ടൈറ്റൻസ് പറഞ്ഞാൽ എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു സസാഗയോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് മാത്രമേ അത് മാത്രമേ കേട്ടു ഒരു പരിചയമുള്ളൂ. ഇങ്ങനെയാണ് പാട്ട് വന്നത്. അതിന്റെ ഫാസ്റ്റർ ഇല്ല. പക്ഷെ സസാഗയോ സസാഗയോ ഷിൻസോ സസാഗയോ സുസുമിതേ ഇനായോ. അത് എന്റെ വീഡിയോ എങ്ങനെ വരുന്നു? ഇർവിന് ഇങ്ങനെ ഇതാണ് സസാഗയോ മീൻസ് ഫോളോ യുവർ ഹാല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടിയിൽ ഇടുന്നതായിരിക്കും. അതിന്റെ സസാഗയോ അറിയില്ല, എഡിറ്റ് ചെയ്ത് നോക്കാം. അതൊരു ഐക്കോണിക് ആയിട്ടുള്ള സോങ് ആണ് ആനിമെ ഹിസ്റ്ററിയിൽ. അറ്റാക്ക് ഓഫ് ടൈറ്റൻസ് ഒരു അടിപൊളി ആനിമേ. അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെ ഇടയിൽ കുറെ തീം സോങ്സ് ഒക്കെ വന്ന് പോലുണ്ട്, പക്ഷെ അതൊന്നും അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഗുഡ്. ബട്ട് കുറേ നല്ല നല്ല ബിജിഎംസ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. ലൈക്ക് ഒരുപാട് അത് ക്യാരക്ടർ ബിജിഎംസ് തന്നെ ഒരുപാടുണ്ട്. എല്ലാവരും ഓരോ ആൾക്കാർക്ക് ഓരോ ആൾക്കാർക്ക് ഉണ്ട് തോന്നുന്നു. പിന്നെ ഒന്നാമത് പുതിയൊരു ആനിമയാണ്, അപ്പൊ അതിനായിട്ട് ടെക്നോളജിക്കൽ അതിന്റെ അഡ്വാൻസ്മെന്റ് ഒക്കെ അതിൽ കാണുന്നുണ്ട് ഒരുപാട്. ഓക്കെ. പിന്നെ വേറെ ഏതാണ് നല്ലൊരു ആനിമെ? നമുക്ക് ബിഗ് ഫോർ തന്നെ പിടിക്കാം. നാറൂട്ടോനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് എന്താന്ന് വെച്ചാല്, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടിവിയിൽ കണ്ടിട്ടുള്ള കുറെ പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇൻട്രോ സോങ്ങും എൻഡിങ് സോങ്ങും ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണും. ആ ടൈമിന് കറക്റ്റ് വെക്കുമ്പോൾ നമ്മൾ ഇൻട്രോ സോങ്ങും എൻഡിങ്ങും ഒക്കെ പക്കയായിട്ട് കാണും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരുവിധം സോങ്സ് ഒക്കെ നാറൂട്ടോയിൽ കേട്ട് പരിചയമുണ്ടാവും. അതെ, നമ്മള് ടിവിയിലാവുമ്പോ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ നമ്മള് നിർബന്ധിതരാകാണ് അത് കാണാൻ. പഠിക്കും, ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഐ സ്റ്റിൽ റിമെമ്പർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡെയിലി ഈവനിങ് വന്നിട്ട് നാറൂട്ടോ കാണാൻ. ഏതിലായിരുന്നു? പോകോല സിഎന്നിലായിരുന്നു നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അനിമാക്സ് വന്നപ്പോ അതിൽ മാക്സിൽ കാണാൻ തുടങ്ങി. പണ്ടും അതിന് മുന്നോട്ടുണ്ടെന്നു. അപ്പോ
നൈസാണ് ഗൈസ്. അതൊരു എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയാണ്. അതുകൊണ്ട് അതിൽ കുറച്ച് ഇൻട്രോ സോങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിനക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു പാട്ട് പറയും. അത് ഇൻട്രോ അല്ല, ഇറ്റ്സ് ആൻ ഔട്ട്രോ, ലൈക്ക് ലാസ്റ്റ് എൻഡിങ് സോങ് ആണത്. ഓക്കെ, വിച്ച് ഈസ് അക്കബോഷിയുടെ വിൻഡ്. അത് നൈസ് ഗൈസ്. ഫസ്റ്റ് സീസണിൽ ഉള്ള പാട്ടാണ് ഗൈസ് അത്, അക്കബോഷി വിൻഡ്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ആ പാട്ടല്ലേ എൻഡിങ്ങിൽ. Cultivate your hunger before you realize. Motivate your anger to make them all realize. Climbing the mountains, never coming down. Break into the contents, never falling down. Knees still shaking like I was 12. Sneaking out the classroom by the back door. Training is wasted for the people like me. Don't try to live so wise. Don't cry, 'cause it's alright. Don't cry with fix or face, 'cause you will hate yourself in the end. നീ കൂടാ എന്തോരം പാട്ടാ പാടും. എനിക്ക് ലിറിക്കൊക്കെ അറിയുന്നില്ല ഗൈസ്. ലിറിക്കൊക്കെ തെറ്റിപ്പോ അങ്ങനെ ഓർത്തിട്ട് കൂടി കിട്ടുന്നില്ല. ഭയങ്കര എന്താ ചെയ്യാ, പാട്ട് ഭയങ്കര ടഫാണ്. സിമ്പിൾ വരികളില്ല ഗൈസ്. മലയാളത്തിന് പോലെ തമിഴ് പോലെ സിമ്പിൾ വരികളില്ല. എല്ലാം ഭയങ്കര ടഫ് ആണ് ഗൈസ് ഈ ജാപ്പനീസിൽ. ജാപ്പനീസ് കോങ്കറർ. അതെ, ജാപ്പനീസ് കോങ്കറർ. പോട്. അപ്പോൾ ഗൈസ് കേട്ടിരുന്നതിന് വളരെ നന്ദി. കാരണം അരിഗത്തോ ഗുസായിമസ്. ഓക്കെ, അപ്പോ പിന്നെടാ വേറെ ഏതൊക്കെ പാട്ടുള്ളത്? പിന്നെ കുറേ ഉണ്ട്. കുറേ പറഞ്ഞാൽ നമ്മുടെ മറ്റേ ചുനിയൻ എക്സാം, ഫസ്റ്റ് ചുനിയൻ എക്സാമിൻ്റെ അവിടെയൊക്കെ ഒരു പാട്ടുണ്ട്. ഏതാടാ? അതിവിടെ സസോറി വന്ന ടൈമില് everybody hands up, our heroes have come back. Heroes come back. Heroes come back. പിന്നെ അതൊരു പാട്ടാണ്. പിന്നെ വന്നിട്ട് മറ്റേ ജിറായുടെ I realize the screaming pain hearing loud in my brain till I'm going straight away. ട്രോമയാണ് ഗൈസ് ആ പാട്ട്. അത് കേൾക്കാൻ പറ്റില്ല. ഉള്ളൊരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഷാലാല. നല്ലൊരു ഇതാണ്, എന്താ പറയാ, കനബൂമിന്റെ സിലോട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഷാലാല. നമ്മളൊക്കെ ജസ്റ്റ് കേട്ടിരിക്കുകയാണ് അല്ലെ, അതിന്റെ ലിറിക് ഒന്നും അറിയില്ല. അത് ചോദിക്കരുത്, കാരണം അതൊന്നും അറിയില്ല. ഭയങ്കര ടഫാ ഗൈസ് ജാപ്പനീസ്. ഇതിപ്പോ നമ്മൾ ടൂണൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നല്ലാതെ നമുക്ക് അങ്ങനെയുള്ള വലിയ പാണ്ഡിത്യം ഇല്ല ഇനി. അതെ. പിന്നെ എന്താണ് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ബ്ലൂ ബേർഡ് വൺ ഓഫ് ദ ബെസ്റ്റ്. ബ്ലൂ ബേർഡ് ഗൈസ് അതൊരു ബെസ്റ്റ് ആർക്കായിരുന്നു ആ ടൈം. ബ്ലൂ ബേർഡ് ഏതാർക്കിലായിരുന്നു ആ പാട്ടുണ്ടായിരുന്നു? ബ്ലൂ ബേർഡ് ഒരു ഫില്ലറും അതിന് മുമ്പ് അത് ഇവര് നറൂട്ടോയും സസ്കിയും തമ്മിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് അതിലായിട്ട് കഴിഞ്ഞിട്ട് സോറ പറയുന്ന ഒരു ക്യാരക്ടർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാഫ് ജിഞ്ചുറുക്കി. അതൊരു ഫില്ലർ ആർക്ക് പോലത്തെ ഒരു ആർക്കിന്റെ ടൈമിൽ വന്ന. അതിന്റെ മുമ്പായിരുന്നു അസുമ. ആ ടൈം മരിച്ചോ? സ്പോയിലർ അലേർട്ട് കാണാത്തവർക്ക്. അതെ. ഇതൊരു 2 ലൈൻ. അപ്പോ രണ്ട് ലൈൻ പാടാം. ഫസ്റ്റ് 2 ലൈൻ ഉണ്ട്, നല്ല രസമുള്ള ഓപ്പണിംഗ് ആണ്. Habata itara modorna itoite mesasita nowa aoi annosora aoi annosora. അപ്പോൾ ഗൈസ് നറൂട്ടോയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് പാട്ടുകളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. നമുക്ക് അടുത്ത് പോകണമെങ്കിൽ ഏതായിരുന്നു? ജുജുത്സു കൈസനില് എന്താ അവസ്ഥ? നിനക്ക് ഏതെങ്കിലും അറിയോ? ജുജുത്സു കൈസനില് എന്റെ ഫേവറേറ്റ്, ഞാൻ റീലിന് യൂസ് ചെയ്ത ഒരു പാട്ടാണ് കിമിയോ ഹരത്തെ.
സ്റ്റിൽ സെയിം ഓൾഡ് സ്റ്റോറി ഗൈസ്. എനിക്കറിയില്ല ഈ പുതിയ അനിമേഷൻ ഒന്നും പാട്ട് എനിക്കറിയില്ല. എനിക്ക് എന്താണ് കക്കൈ കിത്താൻ പറയുന്ന ഒരു ഇൻട്രോ ആണ് അത്. സെക്കൻഡ് സീസൺ ആണ് തോന്നുന്നത്. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ജുജുത്സു കൈസനില് ഒരു അത് നല്ല രസമുള്ളത്. പിന്നെ എനിക്ക് അത്ര തന്നെ ഉള്ളു. ഞാൻ പിന്നെ വേറെ ന്യൂ അനിമേഷൻ്റെ ഒന്നും ലൈക്ക് അങ്ങനെ പാട്ടുകൾ ഭയങ്കര rare ആയിട്ട് കേൾക്കുള്ളൂ. കാരണം ഒന്നാമത് നമ്മളിതൊക്കെ കാണുന്നത് ഇപ്പത്തെ എല്ലാം കാണുന്നത് ഫോണിലായതുകൊണ്ട്. അതെ, അത് അതിനുള്ള ഓപ്ഷൻ ഗൈസ് അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. ഇൻട്രോസും എൻഡിങ്സ് ഒക്കെ ഉള്ളിലുള്ള തീം സോങ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ നമ്മൾ കേട്ടു അത്രേ ഉള്ളൂ. എടാ ഇപ്പൊ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ഈ പുതിയ അനിമേഷന്റെ പാട്ടൊന്നും അറിയുന്നില്ല. അപ്പൊ കുറച്ച് പഴയ ഒരു അനിമെ പിടിച്ചാലോ? നമുക്ക് കുറച്ച് മുന്നത്തെ ഒരു അനിമെ പിടിക്കാം. ഓക്കെ അപ്പോൾ എക്സാമ്പിൾ പോക്കെമോണിൽ നിനക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതാണ്? ഐക്കോണിക് ഗാര ക്യാച്ച് എം ഓൾ. ഓക്കെ, ഗാര ക്യാച്ച് എം ഓൾ. ബിക്കോസ് ഇംഗ്ലീഷ് വേർഷൻ ആണ് ഏറ്റവും ഫേമസ് ആയത് അതിൽ. അതെ, ഭയങ്കര ഫേമസ് ആണ്. വേൾഡ് വൈഡ് ഭയങ്കര പോപ്പുലർ ആയ ഒരു സോങ് ആണ്. ഒരു ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം പണ്ട് സിനിമയിലൊക്കെ പോക്കമോൺ ഇട്ടുണ്ടായിരുന്നപ്പോ ഒരു എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, ഇപ്പൊ ജേർണീസ് എൻഡ് ചെയ്തപ്പോ പോലും ആഷിന്റെ ലാസ്റ്റ് 25 years എൻഡ് ചെയ്തപ്പോലും ആ പാട്ട് ഇഷ്ടമാണ് USA ഇറക്കിയത്. എൻഡിങ് ആഷ് കാച്ചത്തിന്റെ ജേണി എൻഡ് ചെയ്തപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് പോക്കെമോൺ കുറച്ച് വരികൾ ട്രൈ ചെയ്യാം. ഓക്കെ. I wanna be the very best, like no one ever was. Catch them is my real test, to train them is my cause. I will travel across the land, searching far and wide. Pokemon to understand the power that's inside. Pokemon, gotta catch them all. You and me, I know it's my destiny. Pokemon, oh my best friend, in a world we must defend. Pokemon, gotta catch them all, so true. Our courage will pull us through. You teach me and I'll teach you. Pokemon, gotta catch them all, gotta catch them all. Pokemon. Guys, ഈ പാട്ടോടെ എൻ്റെ സൗണ്ട് പോയി, ചത്തു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. So we guys signing out. Sayonara.